തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനത്ത് വീണ്ടും സാത്താൻ സേവയും ബ്ലാക്ക് മാജിക്കും ഒക്കെ വാർത്തകളിൽ നിറയുന്നത്. പ്രജിൻ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ എന്ന ചിത്രത്തിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താൻ എന്ന ഗാനമാണ്. അന്ധവിശ്വാസത്തിന് പുറമെ സാമ്പത്തിക കാരണങ്ങൾ കൂടി കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം. സ്വന്തം പിതാവിന്റെ ജീവനെടുത്ത പ്രജിൻ ബന്ധുക്കൾ സംശയിക്കുന്നത് പോലെ സാത്താൻ സേവക്കാരനായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പോലീസ് അന്വേഷണത്തിലും ദുർമന്ത്രവാദ ബന്ധം സംശയിക്കുന്ന പലതും കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി നീക്കം ചെയ്തിരുന്നു. മുറിയിൽ കറുപ്പു നിറത്തിലുള്ള വിചിത്രമായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. അയാം സൂപ്പർ സൈക്കോ എന്നു തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ എഴുതി വെച്ചിരുന്നു. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമമാണെന്നാണ് ആദ്യമൊക്കെ വീട്ടുകാർ കരുതിയിരുന്നത്. കൊച്ചിയിൽ സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായത്. പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കളെ പോകാൻ അനുവദിച്ചിരുന്നില്ല. എപ്പോഴും പൂട്ടിയിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു പ്രത്യേക ഈണത്തിലെ ശബ്ദം മുഴങ്ങിക്കേൾക്കുമായിരുന്നുവെന്നാണ് അമ്മ സുഷമകുമാരി പോലീസിനോട് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ രാത്രി ഇറങ്ങിപ്പോകും. എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും. വിവരം പോലീസിൽ അറിയിച്ചിരുന്നു. ഒരു വട്ടം പോലീസ് എത്തി പ്രജിന് താക്കീതും നൽകി. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു. എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഫെബ്രുവരി 5 രാത്രിയായിരുന്നു വീട്ടിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിനെ പ്രജിൻ കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തുന്നത്. അമ്മ സുഷമ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായ സുഷമ നിലത്തു വീണു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 24 വെട്ടുകളാണ് ജോസിന്റെ ശരീരത്തിലേറ്റത്. കൊലയ്ക്ക് ശേഷം വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങിയ പ്രജിൻ നിലവിൽ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിൽ റിമാൻഡിൽ കഴിയുകയാണ്. കൊലയ്ക്ക് മുൻപ് പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടിരുന്നത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്ന ഗാനമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വീട്ടിൽ സാമ്പത്തിക വിഷയത്തിൽ തർക്കം നടന്നിരുന്നെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പഠനത്തിനായി പ്രജിനെ അയച്ചതിലടക്കം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇയാൾക്ക് 5 ഫോണുകളാണുള്ളത്. ഇതിലേതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നതിനാൽ വിവരങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കൊച്ചിയിൽ സിനിമാ പഠനം നടത്തിയ സ്ഥാപനത്തിലെത്തിയും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയാൽ മകൻ തന്നെയും മകളെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് അമ്മ സുഷമകുമാരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.